എസ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് നെടുമങ്ങാട് കോളേജിലാണ്. ഗവൺമെന്റ് കോളേജ് നെടുമങ്ങാടിൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട്, ICSS ഒരു പ്രോജക്റ്റിന്റെ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട്. ക്വാളിഫിക്കേഷൻ പറയുവാണെങ്കിൽ MCOM, അത് കഴിഞ്ഞിട്ട് JRF എല്ലാം ക്ലിയർ ചെയ്ത് PhD ഒക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ വർഷം തൃശ്ശൂർ ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. അതിന്റെ അങ്ങേ തവണ കണ്ണൂർ പെരിങ്ങോ. അവിടേക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടണേ. പിന്നെ അപ്പൊ നമുക്ക് ഇനി സമയം കളയാതെ നമ്മുടെ സിലബസിലോട്ടൊന്ന് നോക്കാം, ഒന്ന് പോവാം. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഓഡിയബിൾ അല്ലേ? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. സിലബസ് കാണാലോ? സിലബസ് കാണുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ പിന്നെ സ്ക്രീനെ റൊട്ടേഷൻ ഒന്ന് അൺലോക്ക് ചെയ്യോ? ഒരു മിനിറ്റ് മാം, എനിക്ക് കാണുന്നില്ലല്ലോ. നിമിഷ മാം ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ, ലെഫ്റ്റ് ആയിട്ട് ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ. ബാക്കിയുള്ളവർക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണേ. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നതുകൊണ്ട് നിങ്ങൾ അവിടെ അതിൽ ടെക്സ്റ്റ് ചെയ്താൽ എനിക്ക് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കൊമേഴ്സിന്റെ ഞാൻ നേരത്തെ നമ്മൾ അതായത് ടീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊമേഴ്സിന്റെ സിലബസ് നല്ല സിമ്പിൾ ആണ്. ഇതിൽ കൊമേഴ്സുകാരുണ്ടോ ആരെങ്കിലും? അത് കൊമേഴ്സുകാർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കണേ. ഓക്കെ. അപ്പോ നമുക്ക് കൊമേഴ്സിന്റെ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ അതാണ്. അപ്പം മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട് എന്ന് പറയുന്ന ഇതിനകത്ത് മാനേജ്മെന്റിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. മാനേജ്മെന്റ് എന്താണ് എന്നുള്ളത്, അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസ്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, പിന്നെ നേച്ചർ ഓഫ് മാനേജ്മെന്റ്, അത് നമുക്ക് നോക്കണം. ദെൻ മാനേജ്മെന്റിന് തന്നെ നമുക്ക് പല കോൺസെപ്റ്റ്, അതായത് മാനേജ്മെന്റ് സയൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ആർട്ടായിട്ട് പറയാനായിട്ട് പറ്റും, പ്രൊഫഷനായിട്ട്. അപ്പൊ ആ കോൺസെപ്റ്റുകളെല്ലാം നമുക്ക് നോക്കണം. പിന്നെ ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മാനേജ്മെന്റ് തോട്ട്. ശരിക്കും ഈ ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതൊരു മെയിൻ ആയിട്ടുള്ള ഏരിയ ആണ്. ബാക്കി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മാനേജ്മെന്റിന്റെ മീനിങ്, ഇമ്പോർട്ടൻസ്, അത് ജസ്റ്റ് നമുക്ക് ബേസിക് ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് അധികം, അതായത് ഈ +1 +2 ഒക്കെ എക്സാമിന് അവരൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എല്ലാം കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇപ്പം ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ മിഡിൽ ലെവലിലുള്ളതൊക്കെ പിന്നെ ഷഫിൾ ചെയ്തിട്ടിട്ട് ഓട് വൺ ഔട്ട് പോലെയൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷ ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സയൻസ്, ആർട്ട്, പ്രൊഫഷൻ, അത് ചില സമയങ്ങളിൽ നമുക്കിപ്പോ പിന്നെ ഏതാണ് താഴെ തന്നേക്കുന്നതിൽ റൈറ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്, അല്ലെങ്കിൽ നോട്ട് ട്രൂ, അങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ മാനേജ്മെന്റ് ഈസ് എ സയൻസ് അങ്ങനെ പറയാം, മാനേജ്മെന്റ് ഈസ് ആൻ എക്സാക്ട് സയൻസ്, മാനേജ്മെന്റ് ഈസ് ആൻ ഇൻഎക്സാക്ട് സയൻസ്, അങ്ങനെയൊക്കെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം എഴുതാനൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് പ്യുവർ ആയിട്ടൊരു സയൻസ് അല്ല, മാനേജ്മെന്റ് ഒരു ഇൻഎക്സാക്ട് സയൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, സയൻസിന് എന്താണ് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട് സയൻസിന്റെ എല്ലാ പ്രിൻസിപ്പിൾസിനും. ഇപ്പോ അതായത് ഇപ്പോ എന്താണ് നമ്മുടെ മിക്ക സയൻസിന്റെ സംഭവങ്ങളും നമ്മൾ യൂണിവേഴ്സലി പ്രൂവൻ ആണ്. പക്ഷെ മാനേജ്മെന്റിന് നമ്മൾ പറയുന്ന തിയറീസ് എല്ലാം നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എല്ലായിടവും. കാര്യം മാനേജ്മെന്റ് എപ്പോഴും ഹ്യൂമൻ ബീയിങ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമുക്ക് നമ്മുടെ തന്നെ സ്വഭാവം എപ്പോഴാണ് എങ്ങനെയാണ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് എല്ലാ തിയറിയും എല്ലായിടവും നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് സയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മാനേജ്മെന്റ് നമ്മൾ ഇൻഎക്സാക്ട് സയൻസ് എന്നാണ് പറയുന്നത്. പിന്നെ മാനേജ്മെന്റ് നമുക്കൊരു ആർട്ട് ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ശരിക്കും ആർട്ട് തന്നെയാണെന്ന് നമുക്ക് പറയാം. അതായത് ആർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറിറ്റിക്കൽ നോളജിനെ നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ മാനേജ്മെന്റിനകത്ത് നമ്മൾ ഈ തിയറി പഠിച്ചതിന് ശേഷം അത് നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് ആർട്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ മാനേജ്മെന്റ് ഒരു പ്രൊഫഷനായിട്ട്, ഇതിപ്പോ മാനേജ്മെന്റ് പ്രൊഫഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ പ്രൊഫഷൻ എന്ന് പറയാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മാനേജ്മെന്റ് തോട്ട്,
മാനേജ്മെന്റ് തോട്ട് എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾ, അതായത് കുറേ വർഷങ്ങളായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ആ ടൈം മുതൽ ഇങ്ങോട്ടുള്ള കുറേ തിയറീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള തോട്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ തവണ റിസർച്ച് അസിസ്റ്റന്റിന്റെ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നോട്ട്സ് എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട്, ഓൾറെഡി ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് എല്ലാം ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് അപ്രോച്ചുകൾ ഉണ്ട് അതിനകത്ത്. നമ്മുടെ ഈ സയന്റിഫിക് മാനേജ്മെന്റ് തിയറീസ് ഉണ്ട്, ഫങ്ഷണൽ മാനേജ്മെന്റ് തിയറി ഉണ്ട്, ഫയോള കൊണ്ടുവന്ന, അതിനുശേഷം നമ്മുടെ എൽട്ടൺ മായോ അദ്ദേഹത്തിന്റെ ഹോട്ടോൺ എക്സ്പെരിമെന്റ്, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാനേജ്മെന്റ് ബേസിക് ആയിട്ട് ആദ്യം പിന്നെ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇവർ ഓരോന്ന് ഇൻവെന്റ് ചെയ്ത് വന്നതിന് ശേഷം ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എംപ്ലോയീസിന് കുറച്ചധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള തിയറീസ് വന്നിട്ടുണ്ട്. അതിനുശേഷം മാത്തമെറ്റിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ മാനേജ്മെന്റിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള തിയറീസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ 1 by 1 ആയിട്ട് നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതായത് ഏതൊക്കെ തിയറി ആരൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അതിൽ. അതുപോലെ തന്നെ ഓരോ പീരീഡ് പറയാനുണ്ട്. ആ പീരീഡിലുള്ള മാനേജ്മെന്റ് എക്സ്പേർട്ടിനെ കറക്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അവരുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ്, അവർ ഓരോരുത്തരുടെയും ടെക്സ്റ്റ് ബുക്കുകളെല്ലാം അത് ഇമ്പോർട്ടന്റ് ആണ്, മിക്കവാറും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഫറെന്റ് മാനേജ്മെന്റ് തിങ്കേഴ്സ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞ പോലെ ഹോട്ടോൺ എക്സ്പെരിമെന്റിന്റെ പിന്നെ എൽട്ടൺ മായോ പോലെ അങ്ങനെയൊക്കെ കുറെ മാനേജ്മെന്റ് തിങ്കേഴ്സ് ഉണ്ട്. അപ്പൊ ഈ മാനേജ്മെന്റ് തിങ്കേഴ്സ് സോറി എന്റെ മോനാണേ. ഇപ്പൊ അപ്പൊ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള മാനേജ്മെന്റ് തിങ്കേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ദെൻ മാനേജ്മെന്റ് പ്രോസസ്, അതായത് മാനേജ്മെന്റ് പ്രോസസ്സും ഉണ്ട്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ഉണ്ട്. അപ്പൊ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും 2 പ്രിൻസിപ്പിൾസ്, അതായത് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും പിന്നെ നമ്മുടെ ഫയോൾ കൊണ്ടുവന്ന 14 പ്രിൻസിപ്പിൾസും, അതെല്ലാം നന്നായിട്ട് പഠിക്കണം. ഈ 14 പ്രിൻസിപ്പിൾസിനകത്ത് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. പിന്നെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും മാനേജ്മെന്റിന്റെ ഓവറോൾ എല്ലാം നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, അതാണ് മാനേജ്മെന്റ് നമ്മൾ പറയുന്നത്. അതായത് ഒരു സംഭവം നമ്മൾ ഉൾക്കൊണ്ടതിന് ശേഷം മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിന് ബേസിക് ആയിട്ടൊരു ഗോൾ ഉണ്ടായിരിക്കും, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ഒരു ഗോൾ ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷന് അച്ചീവ് ചെയ്യണം. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഈ പറഞ്ഞിട്ടുള്ള ബിസിനസിന്റെ ഓണേഴ്സ്, ബാക്കിയുള്ള ടോപ്പ് ലെവലിൽ വരുന്ന ആൾക്കാര് എംപ്ലോയീസിനെ കൊണ്ട് അവരിൽ ഈ ഒബ്ജക്റ്റീവ് എത്തിച്ച് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടണം. അതാണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഗോൾ മറ്റുള്ളവരിൽ എത്തിച്ചിട്ട് അവരെ കൊണ്ട് ഇവർ വർക്ക് ചെയ്തതിന് ശേഷം ഇവർക്ക് റിസൾട്ട് കിട്ടണം. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മളൊരു ബിസിനസ്സിനകത്ത് നമ്മളൊരു എംപ്ലോയി ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുവാ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ആ ബിസിനസിന്റെ ഭാഗമേ അല്ല. നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ഭാഗമാകുന്നു. പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ് നമ്മുടെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ മാറുകയാണ്. ഇപ്പം ബിസിനസ്സിന് നമ്മൾ ജോയിൻ ചെയ്ത കമ്പനിയിൽ അടുത്ത വർഷം ഇപ്പോൾ ഒരു 1 crore പ്രോഫിറ്റ് ആണ് അവർ എയിം ചെയ്യുന്നത്. ആ 1 കോടി പ്രോഫിറ്റ് അവർക്ക് കിട്ടണമെങ്കിൽ ഈ എംപ്ലോയീസ് അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യും. എന്നിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്യും. അപ്പം അതിന്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് അതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റാഫിംഗ് ഉണ്ട്, ദെൻ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ലാസ്റ്റ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 ഫംഗ്ഷൻസ് ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് പ്ലാനിങ്ങിനകത്ത് ടൈപ്സ് ഓഫ് പ്ലാൻ പഠിക്കാനുണ്ട്. പിന്നെ പ്ലാനിങ്ങിനകത്ത് അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കുറെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡിഫറെന്റ് കോൺസെപ്റ്റുകൾ അതിനകത്ത് പഠിക്കാനുണ്ട്. മിഷൻ, വിഷൻ, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ പ്ലാൻ എന്താണ്, പോളിസി എന്താണ്, മെത്തേഡ് എന്താണ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് അതിൽ നിന്നൊക്കെ വരുന്നതാണ്.
അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നോക്കണം. പിന്നെ അതുപോലെ ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ, ബിസിനസ്സിന് നമ്മുടെ യൂണിറ്റിന് ഒരു സ്ട്രക്ചർ നമ്മൾ കൊടുക്കുന്നതാണ്. അതിപ്പോ നമ്മുടെ സൈസ് ഓഫ് ബിസിനസ്സിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് അനുസരിച്ചിട്ട് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് ആ സ്ട്രക്ചർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് വെക്കുന്നതിനെയാണ് ഓർഗനൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെൻ, മണി, മെഷീനറി ഇതെല്ലാം നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യുന്നു, എല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു, അതാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് സ്റ്റാഫ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാഫിംഗ് ഫംഗ്ഷൻ. അവരിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതെല്ലാം ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊന്നും ഒബ്ജക്റ്റീവിൽ നിന്ന്, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സൂപ്പർവൈസിങ് എന്ന് പറയുന്ന കുറച്ച്, അതായത് ഈ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനകത്ത് വരുന്ന 4 എലമെന്റ്സ്, അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവിഷൻ ആണ്, രണ്ടാമത്തത് മോട്ടിവേഷൻ ആണ്, പിന്നെ നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്, അത് കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള സൂപ്പർവിഷൻ ഭയങ്കര, അതിനകത്ത് ഒത്തിരി ഒന്നും നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് സൂപ്പർവിഷൻ എന്താണ്, ഒരാൾ സൂപ്പർവൈസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ജസ്റ്റ് ബേസിക് കോൺസെപ്റ്റ് മാത്രം മതി. പക്ഷെ മോട്ടിവേഷനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി തിയറീസ് പഠിക്കാനുണ്ട്. എന്തായാലും സിമ്പിൾ ആണ്. മോട്ടിവേഷന്റെ കുറെ തിയറീസ്, അതായത് ഡിഫറെന്റ് മാനേജ്മെന്റ് തിങ്കേഴ്സ് പല രീതിയിൽ നമുക്ക് എങ്ങനെ വേറൊരാളിനെ മോട്ടിവേറ്റ് ചെയ്യിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സൊസൈറ്റിയിൽ പിന്നെ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾ പല പല കൾച്ചറിൽ വളർന്നു വന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസ് ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു ബിസിനസിന്റെ കൾച്ചറിലോട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് വരണം. അപ്പൊ അങ്ങനെ നമുക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ ഇവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്താലേ പറ്റുള്ളൂ, ആ ബിസിനസ്സിൽ അവരെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോട്ടിവേഷണൽ തിയറീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം, ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോട്ടിവേഷണൽ ടെക്നിക്സ് ഉണ്ട്, അതറിയണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ മോട്ടിവേഷനകത്ത്. പിന്നെ ഇവരൊക്കെ ഇതിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലീഡർഷിപ്പ് വേണം. ലീഡർഷിപ്പിനകത്ത് സ്റ്റൈൽസ് ഉണ്ട്, ലീഡർഷിപ്പിന്റെ കുറച്ച് സ്റ്റൈൽസും കാര്യങ്ങളും നമ്മൾ പഠിക്കണം. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏത് തരത്തിലുള്ള ലീഡേഴ്സ് ആണുള്ളത്, അവരുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഓട്ടോക്രാറ്റിക് ലീഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലൈസസ്ഫിയർ ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്. അപ്പൊ അത് ഓരോന്നും നമ്മൾ പഠിച്ചതിന് ശേഷം ഈ ഓരോ ലീഡേഴ്സിനും ഓരോ രീതിയിലുള്ള ഫീച്ചേഴ്സ് ആണ്. ഇപ്പൊ ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഒരിക്കലും ഒരു അയവ് വരുന്ന സ്വഭാവം ആയിരിക്കത്തില്ല. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ എന്താണ്, എംപ്ലോയീസിന് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന് കുറച്ചും കൂടെ ഫ്രീഡം കൊടുക്കുന്ന രീതിയിലുള്ളതായിരിക്കും ഈ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. ലൈസസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫ്രീഡം ആണ് സബോർഡിനേറ്റ്സിന്, ഇവർ ജസ്റ്റ് സജഷൻസ് മാത്രം കൊടുത്ത് പോകത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സും അതുപോലെ തന്നെ വേറെ കുറച്ച് സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിക്കാനുണ്ട്. അതാണ് ആ ലീഡർഷിപ്പിനകത്ത് നമുക്ക് നോക്കേണ്ടുന്നത്. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കമ്മ്യൂണിക്കേഷനകത്ത് നമ്മുടെ സാധാരണ നമുക്കറിയാം കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ, അത് നോർമലായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു സെൻഡർ ഉണ്ടായിരിക്കും, ഒരു റിസീവർ ഉണ്ടായിരിക്കും, അതിനിടയ്ക്ക് ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള സെൻഡർ ഈ മെസ്സേജ് എൻകോഡ് ചെയ്ത് റിസീവറിനെ അങ്ങോട്ട് എത്തിക്കുമ്പോൾ റിസീവർ അത് ഡീകോഡ് ചെയ്ത് അത് മനസ്സിലാക്കും, എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക്, ഇതാണ് അതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ നെറ്റ്വർക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കുറെ പാറ്റേൺസ് ഉണ്ട്. അതായത് ഒരു ഫേമിനകത്ത്, ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അവിടെ നടക്കും. പല ലെവൽസ് ഓഫ് മാനേജ്മെന്റിനകത്ത് പല രീതിയിൽ, ഇപ്പൊ വൈ പാറ്റേൺ അങ്ങനെയൊക്കെ ഉണ്ട്, സർക്കിൾ പാറ്റേൺ. അപ്പൊ അത് വൈ ഷേപ്പിലായിരിക്കും. അപ്പൊ ആ ഓരോ പാറ്റേണിന്റെയും ഫീച്ചേഴ്സ് നമുക്ക് നോക്കി വെക്കണം. അപ്പൊ ചിലപ്പം അതിന്റെ ഫീച്ചേഴ്സ് എന്നിട്ട് ചോദിക്കാം ഇത് ഏത് പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് ഈ പാറ്റേൺസ് ഒക്കെയാണ് നോക്കേണ്ടുന്നത്. പിന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് കുറെ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സിമാന്റിക് ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയർ, ഓർഗനൈസേഷണൽ ബാരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. ദെൻ പിന്നെ വന്നിട്ട് ഈ കമ്മ്യൂണിക്കേഷനകത്തുള്ളത് ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും. എപ്പോഴും ഈ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അത് ഈ പറഞ്ഞിട്ടുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അത് നമുക്ക് നോക്കണം. അതിനകത്തും കുറച്ച് പാറ്റേൺസ് ഉണ്ട്, ഈ ഗോസിപ്പ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. അപ്പൊ അതിനകത്തും ഒരു കുറച്ച് പാറ്റേൺ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നോക്കണം. അപ്പോഴേക്കും ഈ കമ്മ്യൂണിക്കേഷന്റെ ഏരിയ കഴിയും. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് സൂപ്പർവിഷൻ, ഈ പറഞ്ഞിട്ടുള്ള ലീഡർഷിപ്പും മോട്ടിവേഷനൊക്കെ നമ്മൾ പറഞ്ഞത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് വരുന്നതാണ്. അതിനുശേഷം കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തതിനനുസരിച്ചിട്ട് തന്നെയാണോ നമ്മുടെ റിസൾട്ട്. അപ്പൊ കൺട്രോളിംഗ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം ബജറ്റ് നമ്മൾ ഇട്ട് വെക്കാറുണ്ട് അല്ലെ, നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ആ ബജറ്റും കാര്യങ്ങളൊക്കെ ഈ കൺട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്
ഈ പറഞ്ഞിട്ടുള്ള കൺട്രോളിംഗും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് കഴിയും. പിന്നെ ഇത് ഇത്രയും 5 ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. പ്ലാനിങ്ങും ഞാൻ ഈ പറഞ്ഞ ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. പിന്നെ കോഓർഡിനേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കോഓർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. സിങ്ക്രണൈസേഷൻ ആണ്, ആക്ടിവിറ്റീസിന്റെ എല്ലാത്തിന്റെയും സിങ്ക്രണൈസേഷൻ. ഇതിനെല്ലാത്തിനെയും നമ്മൾ സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ആ കോർഡിനേഷൻ ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ ഈ കോർഡിനേഷനെ പറയുന്നത്. അപ്പൊ ഇത്രയും ആകുമ്പോൾ നമുക്ക് മാനേജ്മെന്റ് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ മാനേജ്മെന്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. 5 മാർക്ക് നമുക്ക് സുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇപ്പൊ നമുക്ക് MBA ഒക്കെ നെറ്റിന്റെ UGC നെറ്റിന്റെ എക്സാമിന് അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. അത് നല്ല സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ MCOMകാർക്കുള്ള കൊമേഴ്സിന്റെയും ഈ UGC നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് എൻ്റെ ഉണ്ട്. അപ്പൊ അതിന്റെയും മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അത്യാവശ്യം കൊമേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ PSC എക്സാമിനും മാനേജ്മെന്റ് പേപ്പർ ഉണ്ട്. അപ്പൊ അതിന്റെയും കുറെ ക്വസ്റ്റ്യൻസ് കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. പിന്നെ നമുക്ക് യൂട്യൂബ് ചാനലുകൾ, ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. നിങ്ങൾ തന്നെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് വെറുതെ ഈ നെറ്റിന്റെ ഒക്കെ കോച്ചിങ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതിനകത്തൊക്കെ MCQs നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒത്തിരി MCQs കിട്ടും. അപ്പൊ അങ്ങനെ മാക്സിമം MCQസും കൂടെ പഠിക്കണം. നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി വെക്കുന്നു, എന്നിട്ട് ഈ MCQs വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ നമുക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിനെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മാനേജ്മെന്റ് തിങ്കേഴ്സിനെയൊക്കെ അതുപോലെ ആ ഓരോ വർഷങ്ങൾ ഇതെല്ലാം. അപ്പൊ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം കൂടെ വെച്ചിട്ട് അവർ ചോദിക്കുന്നുണ്ട്. എന്നുവെച്ചാല് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന മാനേജ്മെന്റ് തിങ്കർ ഇന്ന വർഷം ഇന്ന ബുക്ക് പബ്ലിഷ് ചെയ്തു. അപ്പൊ നമ്മൾ ആ മാനേജ്മെന്റ് തിങ്കറും അദ്ദേഹം തന്നെ ആ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തെന്ന് പറയണം, ആ വർഷവും നോക്കണം. അപ്പൊ പല കോൺസെപ്റ്റുകളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള, ഇൻവെന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർഷമൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് തറവായിട്ട് പഠിച്ചു പോയാലേ പറ്റുള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാം അറിഞ്ഞാലേ അത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ഏരിയ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നോൺ കൊമേഴ്സുകാരാണ് മിക്കവാറും ഇതിനകത്തുള്ളതെന്ന് എനിക്കറിയാം. എനിക്ക് പൊതുവെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഫീഡ്ബാക്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം സ്പീഡ് കുറച്ച് കൂടുതലാണ് എന്ന് പറയും. അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകായ്ക ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ബേസിക് ലെവലിൽ വന്നിട്ട് പറഞ്ഞു തരാം, പ്രശ്നമില്ല. അപ്പം സിലബസ് നോക്കുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത്രയുമാണ് നമുക്ക് നോക്കേണ്ടുന്നത്, മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാത്സുകാർക്ക് കുറച്ചും കൂടെ എന്ന് വെച്ചിട്ട്, പക്ഷെ നിങ്ങളുടെ നമ്മുടെ മാത്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല അക്കൗണ്ടിങ്ങിന്. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ചതുഷ്ക്രിയകളില്ലേ, കൂട്ടുക കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തൊരു ലോജിക് ഉണ്ട്, ആ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഈ നിങ്ങൾക്ക് നമ്മുടെ സിലബസിനകത്ത് ഭാഗ്യം എന്ന് പറയാം, നിങ്ങൾക്ക് പ്രോബ്ലം വരുന്ന ഒരു സാധനം പോലും ഇതിനകത്ത് അവർ തന്നിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. വെറുതെ അക്കൗണ്ടിങ്ങിന്റെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളതിനകത്ത് മീനിങ് എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഇത് 3 എന്താണ് അതിന്റെ ഡിഫറൻസ്, അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഉണ്ട്, അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിസിനസ് ഓർഗനൈസേഷൻസ് ഇല്ലേ, നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ ബിസിനസ് ഓർഗനൈസേഷന് ഇപ്പോ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ് നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ്ങിനെ. അതായത് നമുക്ക് ഓരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ക്യാപിറ്റൽ എന്ന് പറയും. അതായത് ഫസ്റ്റ് നമ്മുടെ മുതൽ മുടക്ക്, ആ ക്യാഷ് കൊണ്ടുവന്നു, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ അസറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, ആസ്തി എന്ന് പറയും. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ചായക്കടയാണ് തുടങ്ങാൻ പോകുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ചായക്കട തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടോട്ടൽ എസ്റ്റിമേറ്റ് കാണും, ഇത്ര ലക്ഷം രൂപ. അപ്പൊ അത് കൊണ്ടുവന്നതിന് ശേഷം അതിന് വേണ്ടുന്ന സ്റ്റൗവും ബാക്കി കാര്യങ്ങളും ഈ പറഞ്ഞിട്ടുള്ള പാത്രങ്ങളും എല്ലാം നമുക്ക് മേടിക്കണം. അതെല്ലാം നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ട് വാങ്ങിയിടുന്ന സാധനങ്ങളാണ്, അതിനൊക്കെ നമ്മൾ അസറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ലയബിലിറ്റീസ് ഒക്കെ, ബാധ്യത ഇതൊക്കെ വരും. അപ്പൊ നമുക്കിതെല്ലാം കഥ പോലെ എഴുതി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കിതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ്, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ
സോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെല്ലാം എഴുതി സൂക്ഷിക്കുകയാണ്. അപ്പൊ ആ എഴുതി സൂക്ഷിക്കുമ്പോൾ അതിനൊരു ലോജിക് ഉണ്ട്. അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ലോജിക്കായിട്ട് നമ്മൾ ഇതെല്ലാം എഴുതി സൂക്ഷിക്കണം. പക്ഷെ എഴുതി സൂക്ഷിക്കുമ്പോൾ ഒരു കാര്യം, ഇപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലയിലായിട്ട് ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഇവരെല്ലാവരും ഒരേപോലെ എഴുതിയാലേ അതിനൊരു യൂണിറ്റി വരുള്ളൂ. അപ്പൊ അങ്ങനെ അവർ ഒരേപോലെ എഴുതണമെങ്കിൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എല്ലാവരും ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡീവിയേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അസസ്മെന്റുകളും അനാലിസിസുകളും ഒന്നും കറക്റ്റ് ആവത്തില്ല. പലരും പല രീതിയിലായി പോയി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അക്കൗണ്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം കാര്യങ്ങൾ എന്ന് പറയുന്ന കുറെ പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. അതാണ് ഈ ഗ്യാപ്പ് എന്ന് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. GAAP എന്ന് പറയുന്നത്, അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ജനറലി എല്ലാവരും എന്താണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ്. അതിനകത്ത് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, കൺവെൻഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഈ അക്കൗണ്ടിങ്ങിൽ ഞാൻ സിലബസ് കണ്ടത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഈ ഗ്യാപ്പാണ്. അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നൊക്കെയാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യാനും കുഴപ്പിക്കാനും പറ്റുന്ന ഒരു ഏരിയ, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അതിനകത്തുള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പോ പണപരമായിട്ടുള്ള മണിയിൽ നമുക്ക് മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിങ്ങിന് നമ്മൾ എഴുതാൻ പാടുള്ളൂ. അതൊരു പ്രിൻസിപ്പിൾ ആണ് അതിനകത്തുള്ള. അപ്പൊ അങ്ങനെ എന്താണ് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസിലാണ് ഇന്ത്യയിലുള്ള എല്ലാ ഫേംസും അക്കൗണ്ടിങ്ങിന്റെ ഓരോ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ്. അപ്പൊ ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് കുറച്ചുണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അതും സിമ്പിൾ ആണ്. നമുക്കിതെല്ലാം എഴുതി പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും, അതായത് കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ കോഡ് യൂസ് ചെയ്തിട്ട് ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അപ്പം നമുക്കത് ആ രീതിക്ക് പഠിച്ചു വെക്കുമ്പം ഇന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ആണോ 2 ആണോ, അപ്പം മിക്കവാറൊക്കെ ചോദിക്കുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാത്രം പഠിച്ചാൽ മതി, നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും പഠിക്കണ്ട. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് വേരിയസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് പഠിക്കേണ്ടുന്നത് ഏതാണ്, ഫിനാൻഷ്യൽ ആൻഡ്, അപ്പൊ അക്കൗണ്ടിങ്ങിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇൻട്രൊഡക്ഷനിലും ബാക്കി കാര്യങ്ങൾ. ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് എന്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് ആണെന്ന്. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അത് കുറച്ച് ഇച്ചിരി പഠിക്കാനുണ്ട് നമുക്ക്. പിന്നെ ഉള്ളത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയ. അപ്പോൾ മാർക്കറ്റ് നമുക്ക് മിക്കവാറും ഒക്കെ എക്കണോമിക്സ് പഠിച്ചവർക്ക് അല്ലാതെ നോർമലി നമുക്ക് അറിയാം മാർക്കറ്റ് എന്താണെന്നുള്ളത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന പ്ലേസ് ആണ്. ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത്, ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് നമ്മൾ സെക്യൂരിറ്റീസ് ആണ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, ക്യാപിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ. അതായത് ഇപ്പോ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയർ ഈ പറഞ്ഞിട്ടുള്ള ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ്, അതാണ് മണി മാർക്കറ്റ്. പിന്നെ ലോങ് ടൈം സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യാനുള്ള മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പൊ ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ തന്നെ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഇഷ്യൂ. ഇപ്പൊ ഒരു കമ്പനി ഫസ്റ്റ് ആദ്യമായിട്ട് അതിന്റെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ആ മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി മാർക്കറ്റ് നമ്മൾ ഈ ഒരു ഫിസിക്കൽ സെറ്റപ്പിൽ നമുക്കൊരു മാർക്കറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ സെക്കൻഡറി മാർക്കറ്റിന്റെ എക്സാമ്പിൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതൊരു സെക്കൻഡറി മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള ഒരു സ്ഥാപനമായിട്ട് നമുക്ക് കാണാം. പക്ഷേ പ്രൈമറി മാർക്കറ്റിന് അങ്ങനെ ഒരു ഫിസിക്കൽ സെറ്റപ്പ് ഇല്ല. ഒരു ഫ്രഷ് ഇഷ്യൂ അങ്ങ് നടത്തുകയാണ് ചെയ്യുന്നത് കമ്പനീസ്. അപ്പൊ ആ പ്രൈമറി മാർക്കറ്റ് അതിനുശേഷം ഫർദർ ഇഷ്യൂസ്
ഇപ്പൊ ഷെയർ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ക്യാപിറ്റൽ ആവശ്യം വരുമ്പോൾ നമ്മൾ പിന്നെയും ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യും. അതിനെ ആ രണ്ടാമത്തെ തവണ നമ്മൾ ഇഷ്യൂ ചെയ്തതാണ് നമ്മുടെ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രൈമറി മാർക്കറ്റ് എന്താണ്, സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്നുള്ളത് നോക്കണം. പിന്നെ ക്യാപിറ്റലിന്റെ ഫ്ലോട്ടേഷന് വേണ്ടിയിട്ടുള്ള കുറെ മെത്തേഡ്സ് ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻസ് എന്താണ്, അതുപോലെ തന്നെ ഈ ഇന്ത്യയിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ എല്ലാത്തിനെയും റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് സെബി ആണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പം ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം ജസ്റ്റ്. അതുപോലെ ഇന്ത്യയിലുള്ള മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് കാര്യങ്ങൾ അറിയണം. ഈ പറഞ്ഞിട്ടുള്ള BSE ഉണ്ട്, NSE ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. പിന്നെ നമ്മുടെ സെബി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സെബിയുടെ ഫംഗ്ഷൻസും റോളും, സെബി ഏത് വർഷമാണ് ഫോം ചെയ്തത്, പിന്നെ അതിന്റെ റോളും ഫംഗ്ഷൻസ്. സെബി എന്ന് വെച്ചാൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മണി മാർക്കറ്റിനെയും ക്യാപിറ്റൽ മാർക്കറ്റിനെയും എല്ലാത്തിനെയും റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്ററി അതോറിറ്റി. അപ്പോ എന്ന് വെച്ചാല് നമുക്ക് ഈ ഷെയർസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറെ സ്കാംസ് വന്നിട്ടുണ്ട്. അപ്പം ഈ സ്കാംസ് ഒക്കെ വരുന്ന സമയത്ത് ജനങ്ങളുടെ ക്യാഷാണ് ഇവര് ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്കാംസ് വരുമ്പോഴേക്കും ഇന്ത്യയിൽ ഇപ്പം നമ്മളിപ്പോ കുറെ പൈസ, അതായത് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്തു, നമുക്ക് എന്തെങ്കിലും ഒരു അമളി പറ്റി അല്ലെങ്കിൽ ചതിവ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള വിശ്വാസം അങ്ങ് പോകും. അപ്പൊ അത് ഒരു രാജ്യത്തിന് തന്നെ ബ്ലാക്ക് മാർക്ക് ആവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ റൂൾസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അവർ കൊണ്ടുവരുന്ന റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്തിട്ട് അങ്ങനെ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് നമുക്ക് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രയവിക്രയങ്ങൾ നടത്താൻ പറ്റത്തുള്ളൂ. ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ്, ഷെയർസ് ഇല്ലേ, ഷെയർസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ സെബി പറയുന്ന റൂൾസ് നമ്മൾ ഫോളോ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റുള്ളൂ. ഇനി ഈ പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ 3 5 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്യാപിറ്റൽ മാർക്കറ്റിനകത്തും മണി മാർക്കറ്റിനകത്ത് എടുത്തു പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്ക് അതോടൊന്ന് നോക്കണം. അവിടെയൊക്കെ വരുന്ന കുറെ സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പൊ ആ സെക്യൂരിറ്റീസിന്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും നമുക്ക് വേണം. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, അവരുടെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് കുറെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറെ ടേംസ് പഠിക്കാനുണ്ട്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെബിയുടെ ഫങ്ഷൻസ്, അതിനകത്ത് തന്നെ ഈ ഫങ്ഷൻസിൽ തന്നെ നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് പഠിച്ചിരിക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 നമുക്ക് നോക്കേണ്ടുന്നത്. അതും ഇതെല്ലാം ഈ പറഞ്ഞ ഇതെല്ലാ സംഭവങ്ങൾക്കും ക്വസ്റ്റ്യൻസ് ഈ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഏരിയ നെറ്റിന്റെ UGCയുടെ തന്നെ പിന്നെ അതിൽ നിന്നുണ്ട്. അതിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറെ കിട്ടും. അതുപോലെ തന്നെ ഈ കൊമേഴ്സിന്റെ തന്നെ വേറെ കുറെ എക്സാംസിന് ഇതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഏരിയസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നു. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ്, പിന്നെ ഈ ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് എപ്പോഴും അപ്ഡേഷൻസ് വരുന്ന ഒരു മേഖലയാണ്. അപ്പൊ നമ്മൾ പുതിയ പുതിയ ടേംസ് ഒക്കെ അതിനകത്ത് കുറെ വരും. അതൊക്കെ നമുക്കൊന്ന് നോക്കി വെക്കണം. ഈ ബ്രോക്കേഴ്സിന്റെ കുറെ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്, ഇവർ ഷെയർ ട്രേഡിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓവറോൾ നമുക്കൊന്ന് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നോക്കണം. പിന്നെ നമ്മുടെ മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബാങ്കിങ്ങിന്റെ ഇവല്യൂഷൻ, ടൈപ്സ് ഓഫ് ബാങ്ക്സ്, ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിലുള്ള ബാങ്കുകളാണുള്ളത്, പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ട്, ഷെഡ്യൂൾഡ് ബാങ്ക്, അതുപോലെ ഫോറിൻ ബാങ്ക്സ്, പിന്നെ കുറെ ന്യൂ ജനറേഷൻ ബാങ്ക്സ്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ തന്നെ നമുക്ക് ബാങ്കിങ്ങിനകത്ത് കുറെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കുറെ അഡ്വാൻസ്മെന്റ് നടന്നിട്ടുണ്ട് ബാങ്കിങ് മേഖലയിൽ, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ അതാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇ ബാങ്കിങ്, ഫോർ ECS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. അപ്പൊ അതെല്ലാം നമുക്ക് പഠിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ഓരോ കോൺസെപ്റ്റും പഠിക്കണം. അതുപോലെ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ. EFT-യിലൂടെയുള്ള ട്രാൻസാക്ഷൻസിന്, RTGS വഴിയുള്ള ട്രാൻസാക്ഷൻസിന്, അതെല്ലാം നമ്മൾ ഓരോന്ന് തരംതിരിച്ച് പഠിക്കണം. പിന്നെ അതുപോലെ മൊബൈൽ ബാങ്കിങ്, ഇന്റർനെറ്റ് ബാങ്കിങ്, റീറ്റെയിൽ ബാങ്കിങ്, അങ്ങനെ കുറെ ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ബാങ്കിങ് മേഖലയിൽ. അപ്പൊ ഇതിപ്പോ ഇത്രേ പറയുന്നുള്ളെങ്കിലും ഇത് മാത്രമല്ല, വേറെയും കുറെ ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് കവർ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈ പറഞ്ഞ പോലെ ബാങ്കിങ്ങിനകത്ത് വരുന്ന ബാങ്ക്സിന്റെ സർവീസസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ്സ് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. അപ്പൊ അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ബാങ്കിങ്ങിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബാങ്കിങ്ങിന്റെ ഇവല്യൂഷൻ,
അത് ഏത് രാജ്യത്തു നിന്നാണ്, അതിന്റെ ഒറിജിൻ എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലുള്ള ബാങ്ക് എങ്ങനെയാണ്, ബാങ്ക്സ് ഏതൊക്കെയാണ്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇതിനകത്തും നമുക്ക് പഠിക്കേണ്ടുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് ബാങ്ക് ഇമ്പോർട്ടന്റ് ആണ്, അതിനൊക്കെ ചോദിക്കാം. പിന്നെ എന്താ ഇന്നോവേഷൻസ് ആൻഡ് റിഫോംസ് എന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് മിക്കവാറും സംടൈംസ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ളതിനകത്ത് 4 ക്വസ്റ്റ്യനും മിക്കവാറും ആ ഏരിയയിൽ നിന്ന് വരാം. കാര്യം എപ്പോഴും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള 4ാമത്തെ മൊഡ്യൂളിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോപ്പറേറ്റീവ് എക്സാം ബോർഡിന്റെ എക്സാം ഉണ്ട്. നമുക്ക് തൊഴിൽ വാർത്തയൊക്കെ നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് എക്സാം ബോർഡിന്റെ നടത്തുന്ന കോർപ്പറേഷന്റെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ കാണും. അതിന്റെ ഈ പിന്നെ ലാസ്റ്റ് ആയിരിക്കും തൊഴിൽ വാർത്തയുടെയൊക്കെ, തൊഴിൽ വീതിയുടെയൊക്കെ ലാസ്റ്റ് ഏരിയയിൽ, തൊഴിൽ വാർത്തയുടെ ലാസ്റ്റ് ഏരിയയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവർക്ക് ഈ കോർപ്പറേഷന്റെ ഒപ്പം ബാങ്കിങ്ങും കൂടെ പഠിക്കാനുണ്ട്. ആ ബാങ്കിങ്ങിന്റെ ആ ഏരിയയിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. കോർപ്പറേഷന്റെ ആ ഒരു കോപ്പറേറ്റീവ് എക്സാം ബോർഡ് നടത്തുന്ന എക്സാമിന്റെ ഇതിൽ. അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അതുപോലെ ബാങ്കിങ് നമുക്ക് ഈ പറഞ്ഞ നെറ്റിന്റെ ഇതിലും നമുക്കുണ്ട്, കൊമേഴ്സിന്റെ നെറ്റിന്റെ ഏരിയയിലുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേ PSCയുടെ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്. അതില് ഇപ്പൊ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കേരള ബാങ്കിന്റെ ഇപ്പം കാഷ്യർ ക്ലർക്ക്, അതിന്റെ എക്സാം ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 50 മാർക്കോളം, 50 അല്ലെങ്കിൽ 40 മാർക്കോളം, 40ആണ്. 50 മാർക്കിന് കോർപ്പറേഷൻ, 40 മാർക്കിന് ബാങ്കിങ്, 10 മാർക്കിന് IT. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു മാർക്ക്? അപ്പൊ ആ 40 മാർക്കിന് ചോദിച്ചിട്ടുള്ള ബാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് നമുക്ക് കിട്ടും. അത് നല്ലതാണ്, നമുക്ക് ആ ഒരു രീതിയിൽ പ്രതീക്ഷിക്കാം. അത്രയും ആ ഒരു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ആയിരുന്നു അതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ. അപ്പൊ ആ ഒരു പിന്നെ പാറ്റേണിൽ നമുക്ക് പഠിച്ചാൽ മതിയാവും, അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പോലെ. അപ്പൊ ഇത്രയുമാണ് കൊമേഴ്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസ് ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. 1 മണിക്കൂർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പോയത്. ആ 1 മണിക്കൂറിലേ നമുക്കുള്ളൂ. നോൺ കൊമേഴ്സ് ആയതുകൊണ്ട് കോൺഫിഡൻസിന്റെ കുറവൊന്നും വേണ്ട. കാര്യം ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്, ആർക്കും ബേസിക് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഈ +1 ഒക്കെ പിള്ളേർ പഠിക്കുന്നില്ലേ, അത്രേ ഉള്ളൂ ശരിക്കും. +1, +2 മാനേജ്മെന്റിന്റെ ഒരു ചാപ്റ്ററാണ് ഈ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അവർക്ക് പഠിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് അതും അവരുടെ +1കാരുടെ ഒരു 2 ചാപ്റ്റർ, 2 അല്ലെങ്കിൽ 3 വരില്ല, ആദ്യത്തെ 2 ചാപ്റ്റർ അത്രേ ഉള്ളൂ. അതിൽ നിന്ന് ഇല്ലാത്തത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ളൊരു ഏരിയ മാത്രം. ബാങ്കിങ് ഒക്കെ അത്രേ ഉള്ളൂ. മാനേജ്മെന്റ് ഓൾസോ, മാനേജ്മെന്റ് ഇവർക്ക് അവർക്കുള്ളതിന്റെ അത്ര പോലും നമുക്കില്ല ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സിലബസ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ക്വയറീസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. ഓൺലൈൻ ക്ലാസ് കൂടാണ്. മാഡം ഹലോ, നമ്മളെ +2-ന്റെ നമ്മളെ കൊമേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ടോപ്പ് ചാപ്റ്റേഴ്സ് അല്ല അധികം അതിൽ വരുന്നത്? +1 +2 അല്ലേ? ആണ്, അതെ, അതാ ഞാനും പറഞ്ഞത്. അതിന്റെ ബേസ് അത്രേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അധികം നമുക്ക് പഠിക്കാനായിട്ടില്ല. നിങ്ങൾക്ക് +2ന്റെ ടെക്സ്റ്റ് എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ മാനേജ്മെന്റിന്റെ ടെക്സ്റ്റ് +2ന്റെ കയ്യിൽ കാണും, +2 പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ. അതും പിന്നെ അക്കൗണ്ടിങ്. ഹലോ പറഞ്ഞോളൂ. മാഡം, ഇതിനകത്ത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന? ഇല്ല സർ, ഇതിനകത്ത് പ്രോബ്ലം ബേസ് ചോദിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. കാര്യം പ്രോബ്ലം ഏരിയ ഒന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല. ജസ്റ്റ് ഏതാ ജനറൽ ആയിട്ടുള്ള കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഇതിൽ പ്രോബ്ലം ചോദിക്കാനായിട്ട് ഇതിനകത്തൊന്നും സിലബസിൽ തന്നെ പ്രോബ്ലം ചോദിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് ജേണലോ ലെഡ്ജറോ അതിന്റെ സംഭവങ്ങളൊന്നും നമ്മുടെ ഇതിനകത്ത് ഇല്ല. അപ്പൊ അതുകൊണ്ട് അക്കൗണ്ടിങ്ങിനാണ് ഈ പ്രോബ്ലം വരേണ്ടുന്നത്.
പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമുക്കത് മാത്രമേ ഉള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സും അക്കൗണ്ടിങ് മാത്രമാണ് കൊമേഴ്സുകാർക്ക് പ്രോബ്ലം വരുന്ന ഏരിയ. പക്ഷെ ഇതിലിപ്പം കൊമേഴ്സിൽ തന്നെ പ്രോബ്ലം വരുന്ന ഒന്നും ഇട്ടിട്ടില്ല. ട്രയൽ ബാലൻസ് പോലും നമുക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. ഇത് പക്ക തിയറിയാണ്. അക്കൗണ്ടിങ്ങിന്റെ തന്നെ പക്ക ബേസിക് തിയറീസ് ആണ്. ഇതിൽ എത്ര ഇട്ടിട്ടുള്ളൂ ക്വസ്റ്റ്യൻ സിലബസിൽ, വേറൊന്നുമില്ല. കൊമേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി പറയാം, അത് പക്ക ഇതാണ്, ഉറപ്പാണ്. കാര്യം നമ്മുടെ എനിക്ക് തോന്നുന്നു ബുഷറ ടീച്ചർ പോയോ, റിസർച്ച് അസിസ്റ്റന്റിന്റെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് മിക്കവരും എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കൊമേഴ്സിൻ്റെത്. ഒരു ക്വസ്റ്റിനെ കണ്ട മാത്രമായിരുന്നു കൺഫ്യൂഷൻ വന്നത്. ബാക്കി ഫുൾ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. എക്കണോമിക്സുകാരും സ്റ്റാറ്റുകാരും മാത്സുകാരും ആയിരുന്നു. കൊമേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് മൊത്തം എൻ്റെ ഉണ്ട്, ക്വസ്റ്റ്യൻസ് കുറെ ഇരിപ്പുണ്ട്. അന്നത്തെ പിന്നെ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. പിന്നെ ടീച്ചറിൻ്റെ ഉണ്ടാവും, ഞാൻ അയച്ചു കൊടുത്ത സംഭവങ്ങളെല്ലാം കാണും. അത് നമ്മൾ ഷെയർ ചെയ്യും. ഷെയർ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ഉള്ള സെഷൻസ് വെക്കും. ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടി മാത്രമുള്ള സെഷൻസ് ഒക്കെ. അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പഠിപ്പിക്കും, കൂടെ പഠിച്ചു പോകും, നമ്മൾ കുറെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് പോകും. ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ റിവിഷന്റെ ടൈം എത്തുമ്പോഴേക്കും ഫുള്ള് ക്വസ്റ്റ്യൻസ് മാത്രം. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് ആ രീതിക്ക് അങ്ങ് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന്റെ ആൻസർ ഈ രീതിക്കാണെന്നുള്ള രീതിക്ക് പിന്നെ പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഇന്ന് ഞാന് ഓക്കെ സ്റ്റഡീസിന്റെ ടെക്സ്റ്റ് അല്ലേ +1 +2? ആന്നാണ്. ഞാൻ +1 +2ന്റെ ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഞാൻ നോട്ട്സ് എല്ലാം ഇട്ടേക്കുന്നത്. ഒന്നാമത്തെ കാര്യം സിലബസ് അത്രയ്ക്ക് സിമ്പിൾ ആയതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നോൺ കൊമേഴ്സുകാർക്ക് ഏറ്റവും പറ്റിയ സാധനം ആ +1ന്റെ സിലബസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടെക്സ്റ്റ് തന്നെ ഫോളോ ചെയ്തത്. ഇപ്പൊ ടെക്സ്റ്റിൽ നമ്മളിപ്പോ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അതിപ്പോ നമ്മൾ ഏത് ടെക്സ്റ്റ് എടുത്താലും അത്രേ ഉള്ളൂ. ഇപ്പൊ ഡിഗ്രിയുടെ ടെക്സ്റ്റ് എടുത്താലും ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സിനകത്ത് ഇത്രേ ഉള്ളൂ. അതുകൊണ്ടിപ്പം ടെക്സ്റ്റ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ജെയ്ന നരകിന്റെ ഒക്കെ അക്കൗണ്ടിങ്ങിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ എൻ്റെ ഉണ്ട്. നമ്മളിത് പഠിച്ചതിന് ശേഷം ഞാൻ ആ ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോട്ട് റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ദഹിക്കുന്ന രീതിയിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം. അല്ലാതെ ഞാൻ ആദ്യമേ എടുത്ത് അത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നല്ല അക്കൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ തുല്ലിട്ടിട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോ +1ൻ്റെതാണ് ആ PDF ഷെയർ ചെയ്തേക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. അപ്പൊ ഞാൻ ഇന്ന് ആ ഒരു ഏരിയയിലോട്ട് കടക്കാം. നമുക്കിന്ന് അക്കൗണ്ടിങ് പഠിക്കാം. ഒരു ചെറിയ ഡൗട്ട് ചോദിക്കൂ. ഈ മാനേജ്മെന്റും കൊമേഴ്സും തമ്മിലുള്ള ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാമോ? എന്താ അതിന്റെ വ്യത്യാസം? ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ BBA MBA അങ്ങനെയുള്ള കോഴ്സാണ്? അല്ലല്ല, കൊമേഴ്സുകാർക്കും ഉണ്ട്. കൊമേഴ്സുകാർക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം കൊമേഴ്സിനകത്ത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമുക്ക് റൺ ചെയ്തുകൊണ്ട് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബിസിനസ് ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നമുക്ക് ഡീൽ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് അവിടെ മാനേജ്മെന്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എല്ലായിടവും നമ്മൾ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു സോപ്പ് കമ്പനി, ഏറ്റവും ചെറിയൊരു യൂണിറ്റ് ആണ്, അത് സ്റ്റാർട്ട് ചെയ്താൽ വരെ പോലും അവിടെ വരുന്ന എംപ്ലോയീസിനെ എനിക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ എനിക്ക് മാനേജ്മെന്റിന്റെ അത്യാവശ്യം വരും. ഇതിപ്പോ നമ്മൾ ഈ മാനേജ്മെന്റ് പഠിക്കാത്തവർ തന്നെ പല കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അവരത് സ്വയം അത് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിന് മിക്കതും ഈ പറഞ്ഞിട്ടുള്ള മാനേജ്മെന്റ് തിയറീസിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ വരും. നമ്മളിതിപ്പോ ഒരു കോഴ്സായിട്ട് പഠിക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനെ പറയുന്നതാണ്. അല്ലാതെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഹോം മേക്കർ, നമ്മളൊക്കെ അടുക്കളയിൽ കുറെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഈ സംഭവം വരും, ഇതിന്റെ തിയറീസ് വരും, പല കാര്യങ്ങളിലും വരും. ആ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ 14 പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവും. കുറേ ഉണ്ട്. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാൻ തന്നെ ഫോളോ ചെയ്യുക, അങ്ങനെയൊക്കെ കുറെ പ്രിൻസിപ്പിൾസ് അതിനകത്ത് വരും. അപ്പൊ കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ് മാനേജ്മെന്റ്. +2 കുട്ടികൾക്ക് പഠിക്കാനുണ്ടല്ലോ മാനേജ്മെന്റ്. +2 കൊമേഴ്സ് എടുത്ത കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡിഗ്രിക്ക് ചെല്ലുമ്പോഴും ഒരു പേപ്പർ മാനേജ്മെന്റ് ഉണ്ട്. MCOMനും ഉണ്ട് ഹയർ മാനേജ്മെന്റ് തോട്ട്സ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ. ഞാനിപ്പോ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യട്ടെ. നമുക്ക് ഐശ്വര്യമായിട്ട് അക്കൗണ്ടിങ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വിസിബിൾ ആണോ?
ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇത് ഫുള്ള് ഞാൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. ജസ്റ്റ് നിങ്ങൾ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് എല്ലാത്തിന്റെ ഒരു ക്രക്സ് ആദ്യം പറയാം. അതായത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒറിജിൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം, ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട് കിട്ടുമോ അതോ ഇതുപോലെ PDF ആയിട്ട് തന്നെ ഇങ്ങ് തരുവുള്ളോ? ഇനി ഇതിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചാൽ, ഇപ്പൊ 1 വേർഡ് മോഡലല്ലേ ക്വസ്റ്റ്യൻ വരുന്നത്, അതോ ഈ ടെക്സ്റ്റ് PDF ആയിട്ട് ഞങ്ങൾക്ക് അയക്കുമായിരിക്കുമോ ചെയ്യുക? നിങ്ങൾക്ക് ഇപ്പൊ ഈ ടെക്സ്റ്റ് മൊത്തം ഈ PDF നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അക്കൗണ്ടിങ്ങിന്റെ അയച്ചു തരാം. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇല്ല. ഇപ്പൊ PSCക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. MCQs എല്ലാം സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടാണ്. ഓ ശരി, താങ്ക് യു. അങ്ങനെയാണ്. അപ്പൊ ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പിന്നെ അയച്ചു തരാം. ഓക്കെ ശരി. ഇത് +1 ബുക്കാണോ? +1ന്റെ ബുക്കാണ് ഇത്. +1 ആണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ഡിഗ്രിക്കാണെങ്കിൽ ഇതേ സെയിം സംഭവം തന്നെ. നമ്മളിപ്പോ പഠിക്കുന്ന KG സിംഗാർ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ബുക്കാണിത്. നിങ്ങൾക്ക് NCERTയുടെ ടെക്സ്റ്റ് ആണെങ്കിലും ഫോളോ ചെയ്യാം. അതിനേക്കാളും കുറച്ചും കൂടെ സിമ്പിൾ ആണ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം കോൺസെപ്റ്റിലോട്ട് വരും. ഇതെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കോൺസെപ്റ്റും കാര്യങ്ങളുമാണ് ഇതിനകത്ത് പോകുന്നത്. ഇതാണ് കുറെ കൂടെ പഠിക്കാൻ എളുപ്പം. ഇതിനകത്ത് നമ്മൾ ഇതെല്ലാം വായിച്ച് അങ്ങനെ കാണാതെ പഠിക്കൊന്നും വേണ്ട. വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഇപ്പം നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സംഭവം, അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് 1494 ലൂസ പാസിയോളി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ആയിട്ടുള്ള അദ്ദേഹം, ലൂസ പാസിയോളി പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ ബുക്കാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് 1494. അപ്പൊ അദ്ദേഹത്തിനാണ് നമ്മൾ ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സിന്റെ, അതായത് പബ്ലിക് അക്കൗണ്ടിങ്ങിനെ പറ്റിയൊക്കെ കുറെ അധികം പഠിച്ചിട്ട് അതിനുശേഷം അദ്ദേഹം ഇൻവെന്റ് ചെയ്തതാണ് ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ. അപ്പൊ മോഡേൺ അക്കൗണ്ടിങ്ങിനെ നമ്മൾ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ബേസിക്, അതായത് ഒരു ലാംഗ്വേജിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഏതൊരു ലാംഗ്വേജ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെയും ഒരു പർപ്പസ് അതാണ്. എന്നുവെച്ചാൽ ബിസിനസിന്റെ ഓപ്പറേഷൻസ്, ബിസിനസ്സിനകത്ത് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ ബിസിനസ്സിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറെ വ്യക്തികളുണ്ട്, വേരിയസ് പാർട്ടീസ്. അപ്പോ നമ്മളിപ്പോ ബിസിനസ്സിന് ഈ അക്കൗണ്ടിങ്ങിന്റെ ഒരു കോൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസ് വേറെ, ഓണർ വേറെ, രണ്ടും രണ്ടാണെന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ്ങിന്റെ ഇതിൽ പറയുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസിന്റെ ഓണർ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ കൊണ്ടുവന്ന് ഈ ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അക്കൗണ്ടിങ്ങിന്റെ കോൺസെപ്റ്റിൽ പറയുമ്പോൾ ബിസിനസ്സിന് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് ഇദ്ദേഹത്തിനോട്. അപ്പൊ അവിടെ ഈ ബിസിനസ് ഓർഗനൈസേഷനകത്ത് കുറെ ട്രാൻസാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ക്രയവിക്രയങ്ങൾ നടക്കും. ഇതെല്ലാം നമ്മൾ എഴുതി സൂക്ഷിക്കണം. കാര്യം ഈ ക്യാഷ് നമ്മളെ ഓണർ നമ്മുടെ ബിസിനസിന്റെ വിശ്വസിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ അക്കൗണ്ടന്റിന്റെ ജോലിയാണ് ഇതെല്ലാം എന്ത് ചെയ്ത് പോവുക എന്നുള്ളത്, റെക്കോർഡ് ചെയ്ത് പോവുക. ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻസും, അതായത് ഓരോ ഇവന്റുകളും, പണപരമായിട്ടുള്ള ഓരോ ഇവന്റുകളും ഇദ്ദേഹം റെക്കോർഡ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകുമ്പോൾ ഒരു ബിസിനസ്സിനകത്ത് അതിന്റെ ഓണറിന് മാത്രമല്ല ആ ബിസിനസ്സിനോട് താല്പര്യം. കുറെ വേരിയസ് പാർട്ടീസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ആ ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയി ആണെങ്കിൽ, ആസ് ആൻ എംപ്ലോയി എനിക്കും അറിയണം എന്താണ് ഈ ബിസിനസ് ഓർഗനൈസേഷൻ പ്രോഫിറ്റിലാണോ ലോസ് ആണോ. കാര്യം അത് പ്രോഫിറ്റിലാണെങ്കിൽ മാത്രമേ എനിക്ക് റെഗുലർ ആയിട്ട് സാലറി കിട്ടൂ, എനിക്ക് ബാക്കിയുള്ള ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കത് അറിയണം. പിന്നെ കസ്റ്റമറിനെ സംബന്ധിച്ചിട്ട് കസ്റ്റമറിനും എന്ത് അറിയണം, ഇതിന്റെ ബിസിനസിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളും അതെങ്ങനെയാണ്, ഗുഡ് ഗോയിങ് ആണോ, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടോ. കാര്യം ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷനകത്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് നല്ല ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഈ ബിസിനസ്സിനകത്ത് അതായത് നല്ല പ്രോഡക്റ്റുകൾ, ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും അഫോർഡബിൾ റേറ്റിന് ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കാനും പറ്റുള്ളൂ. അപ്പൊ കസ്റ്റമറും ഈ ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് താല്പര്യമുള്ള വ്യക്തിയാണ്. അതുപോലെ ഗവൺമെന്റിന് ടാക്സും ബാക്കി കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ബിസിനസ്മാന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. പിന്നെ സപ്ലയർ, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ. ഇനി ബിസിനസ്മാൻ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ ആരുടെങ്കിലും അടുത്തുനിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഈ ബിസിനസ്സിനോട് എന്തുള്ളതാണ്, താല്പര്യമുള്ള വ്യക്തികളാണ്. ഇവർക്ക് എല്ലാവർക്കും ബിസിനസ് ഓക്കെ ആയിട്ടാണോ പോകുന്നതെന്ന് അറിയണം. അപ്പൊ ഇവരോടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമുക്ക് എല്ലാവരുടെയും വിളിച്ചിരുത്തി ഇതുപോലെ സംസാരിക്കാനുള്ള സമയമൊന്നും കാണില്ല. ബിസിനസ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തിരക്കുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ
ഇവർ ഈ അക്കൗണ്ടിങ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കുറെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ട്. അത് മാത്രം മതി, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് മാത്രം മതി. നമ്മുടെ അക്കൗണ്ടിങ് എല്ലാം നമ്മുടെ ഫൈനൽ റിസൾട്ട് കിട്ടിയതിന് ശേഷം നമ്മളൊരു ഗ്രാഫിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെപിക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കുന്ന സമയത്ത് ചില ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അവർ പബ്ലിഷ് ചെയ്യും. കണ്ടിട്ടുണ്ടോ ഇതുവരെയെങ്കിലും? ബാലൻസ് ഷീറ്റും ഈ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യും. ചില ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് അങ്ങനെ അത് നിർബന്ധമായിട്ടും ചെയ്യണമെന്നാണ്, ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് റൂളുണ്ട്. അപ്പൊ അതെടുത്ത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്ക് കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഓണർ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സപ്ലയർ, കസ്റ്റമർ, ഗവൺമെന്റ്, ഇവർക്കൊക്കെ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബിസിനസിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് ആണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബിസിനസ് മാൻ എന്തറിയണം? അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് അത് അറിയണം. അതുപോലെ തന്നെ അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ അവർക്ക് എന്തുണ്ട്, താല്പര്യം ഉണ്ടാവും. ഇതിന്റെ ആസറ്റുകൾ എത്രയാണ്, നമുക്കിപ്പോ എത്ര ബാധ്യതയാണുള്ളത്, ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിങ്ങിലൂടെ പറ്റത്തുള്ളൂ. സോ അക്കൗണ്ടിങ് അങ്ങനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, അതിന്റെ ഒറിജിൻ. ഡെയിലി ട്രാൻസാക്ഷൻസ്, ഓരോ ദിവസമുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റെക്കോർഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് വരുന്ന ഓപ്പറേഷൻസ് നമുക്ക് ക്രൊണോളജിക്കലായിട്ട് അതിന്റെ ഓർഡറിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി സൂക്ഷിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. അതാണ് ഏത്, അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങും ഡെഫിനിഷനും ഇവിടെ ഉണ്ട്. അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് വിച്ച് റിസീവ്ഡ് ഡാറ്റ ആൻഡ് പ്രോസസ് ദ സെയിം ആൻഡ് ഗിവ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇൻ ദി ഫോം ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് ഈ ബിസിനസ്സിനകത്ത് ഉള്ള ഓരോ തീരുമാനങ്ങൾ നമുക്ക് എടുക്കണം. അപ്പം ഈ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത്, ഇപ്പൊ ഞാനിപ്പോ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എന്റെ നാട്ടിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി, ഒരു ബൊട്ടീക്ക് തുടങ്ങി. ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു, ഒരു 6 മാസം ആയപ്പം ഞാൻ എന്ത് ചെയ്യുവാണ്, അപ്പൊ ഇപ്പം എന്റെ ബൊട്ടീക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ലേഡീസിന്റെ മാത്രം സെഷനാണ്. അതായത് അവർക്ക് വേണ്ടുന്ന ടോപ്പും ബാക്കി കാര്യങ്ങളും അതെല്ലാം ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോൾ കുറെ പേര്, അതായത് ഞാൻ ഈ റിസൾട്ട് നോക്കും, കുറെ പേര് വന്നിട്ട് കിഡ്സിന്റെ ഐറ്റംസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, കിഡ്സിന്റെ സംഭവങ്ങളൊന്നും ഞാൻ എന്റെ ബൊട്ടീക്കിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരു 6 മാസം കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റ് ആണ്. അപ്പൊ ഈ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എന്റെ ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ്സിനകത്ത് എന്റെ ബൊട്ടീക്കിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടന്റ് ഉണ്ടാവും. ആ അക്കൗണ്ടന്റ് ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഓരോന്നായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അതെടുത്ത് നോക്കുമ്പോഴാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എനിക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ഞാൻ അവിടെ അടുത്ത ഡിസിഷൻ എടുക്കും. എന്താണ് എടുക്കുന്ന ഡിസിഷൻ? ഞാൻ എന്ത് ചെയ്യാം, കിഡ്സിന്റെ സെഷനും കൂടെ ആഡ് ചെയ്യാം. കാര്യം എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്, എന്റെ ബിസിനസ് നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ഞാൻ ആ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് ഏത് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ്? എനിക്ക് പ്രോഫിറ്റ് ആണ് എന്നുള്ള ഒരു ഔട്ട്പുട്ട് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ്. ഇതെനിക്ക് പ്രോഫിറ്റ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഞാൻ ഓരോ ട്രാൻസാക്ഷൻസും എന്റെ അക്കൗണ്ടിൽ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പം രാവിലെ വന്നിട്ട് ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ, രാവിലെ വരുന്നു, ഷോപ്പ് തുറക്കുന്നു, ബിസിനസ് നടക്കുന്നു, സെയിൽസ് എല്ലാം നടക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന ക്യാഷ് എല്ലാം വാങ്ങി ഞാൻ എന്ത് ചെയ്യണം, എന്റെ ഈ ക്യാഷ് സൂക്ഷിക്കുന്ന ഡ്രോക്കകത്ത് ഇടുന്നു, പോകുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാല് നമുക്കിതിപ്പോ നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ പറയും എന്താണ്, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറയും. എന്നുവെച്ചാൽ നമ്മൾ എത്ര ചെലവാക്കിയാലും എന്താണെങ്കിലും നമുക്ക് അതിന്റെ റെക്കോർഡ്സ് വേണം. എന്നാലേ നമുക്ക് ഈ ലാസ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള ഞാൻ ഇത്ര രൂപ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇത്ര കണ്ട് പ്രോഫിറ്റ് ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമുക്ക് ഒന്ന് എഴുതി സൂക്ഷിക്കണം. അത് നമുക്ക് തോന്നിയതുപോലെ എഴുതാനും പറ്റത്തില്ല, അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എഴുതി സൂക്ഷിക്കുന്നത് നമുക്ക് ഇതുപോലെയുള്ള വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ ചിലപ്പോൾ നോക്കുമ്പോൾ ലോസ് ആയിരിക്കാം. ലോസ് ആണെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യത്തില്ല, ഈ കിഡ്സിന്റെ സെഷനും കൂടെ ആഡ് ചെയ്യാൻ നിൽക്കത്തില്ല. അതിനനുസരിച്ചിട്ടുള്ള തീരുമാനമായിരിക്കും എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വേരിയസ് ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള വേണ്ടുന്ന ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുവാണ് അക്കൗണ്ടിങ് നമുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഡൗട്ട് ഉണ്ടോ? ഇടയ്ക്ക് എന്തോ ഒരു സൗണ്ട് കിട്ടും. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞാൽ മതിയേ. മാഡം, യെസ്,
മാഡം നമ്മളെ സെപ്പറേഷൻ പറഞ്ഞില്ല, അക്കൗണ്ടിങ് ബിസിനസ്സും ബിസിനസ്മാൻ എന്ന് മാഡം ഒന്ന് സെപ്പറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു ഒന്ന്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അക്കൗണ്ടിങ്ങില്. അപ്പം ബിസിനസിനെ അക്കൗണ്ടിങ്ങിനകത്ത് ബിസിനസിന്റെ ഓണറിന് വേറെ, അതായത് ബിസിനസ് വേറെ ബിസിനസിന്റെ ഓണർ വേറെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസിന്റെ ഓണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ബിസിനസ്സിനകത്ത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം ബിസിനസിന്റെ ഒരു ഭാഗമായിട്ട്, അതായത് ഇതിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഇതായിട്ടല്ല കാണുന്നത്. ബിസിനസ്സിന് ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഇയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിനുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് പോയാലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന ക്യാഷ് ബിസിനസ്സിനകത്ത് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതിന്റെ ഓണറൊക്കെ ആണ്, ഓക്കെയാണ്. പക്ഷെ ആ ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ഞാൻ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്താൽ പോലും എനിക്ക് അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കണം. അങ്ങനെയാണ് അക്കൗണ്ടിങ്ങിന്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട്. അത് വരാൻ കാര്യം ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസ് വേറെ, അതിന്റെ ഓണർ വേറെ. ഞാൻ ഈ ബിസിനസിന്റെ ഓണറാണെന്ന് വെച്ചിട്ട് എനിക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പേഴ്സണലി എനിക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. ഓക്കെ മാഡം. ഓക്കെ ഓക്കെ. ഞാനൊക്കെ എനിക്ക് ഇപ്പൊ എന്റെ വാപ്പിക്ക് ഇവിടെ ഒരു പിന്നെ നമുക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ ഉണ്ട്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോണതിന്റെ മുന്നേ ഞാൻ പറയുമായിരുന്നു, അതായത് എല്ലാ ദിവസവും അതെന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് നമ്മൾ ഓരോരുത്തർക്കായിട്ട് റെന്റ് കൊടുത്തേക്കാണ്. അപ്പൊ ഒരു ബേക്കറി അവിടെ റൺ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഹാർഡ്വെയർ ഷോപ്പ് അതിനകത്തുണ്ട്. അപ്പൊ ഈ ബേക്കറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്നൊക്കെ കുഞ്ഞാണ്, അറിയത്തില്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വരുമ്പോൾ എനിക്ക് അവിടെ നിന്ന് മുട്ടായി വേണം. അങ്ങനെ പറയാൻ അത് പറ്റത്തില്ല. കാര്യം അത് എന്താണ്, അതിന് വേണ്ടിയിട്ട് ആ ബിസിനസ് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതാണ്. പേഴ്സണലായിട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അത് യൂസ് ചെയ്യത്തില്ല. അപ്പൊ ആ ഒരൊറ്റ കോൺസെപ്റ്റ് അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ബിസിനസ്സിൽ നിന്ന് എടുക്കാതിരിക്കുക എന്നുള്ളത്. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഓണറും ബിസിനസ്സും ഡിഫറെന്റ് ആണ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനകത്ത് ഞാൻ പറഞ്ഞത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഈ പറഞ്ഞ സംഭവം കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ്. ഓക്കെ മാഡം, മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അക്കൗണ്ടിങ്ങിന്റെ ഈ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ, മീനിങ്. അപ്പൊ ഇൻ സിമ്പിൾ വേർഡ്സ് നമുക്ക് പറയാൻ പറ്റുന്ന അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ആർട്ടാണെന്ന് നമുക്ക് പറയാം. ആസ് വെൽ ആസ് സയൻസ്, അതായത് ഒരു ആർട്ടും ആണ്, അതുപോലെ തന്നെ സയൻസും ആണ്. അത് പറയാൻ കാര്യം യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്. നമ്മളിപ്പം ഏതൊരു അക്കൗണ്ടിങ്ങിന്റെ കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ഞാനിപ്പോ പറഞ്ഞതൊരു കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റ് എല്ലായിടോ വേൾഡ് വൈഡ് ആയിട്ട് ഇതിങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള തിയററ്റിക്കലി ഇത് പഠിച്ചു വെച്ചതിന് ശേഷം ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ബിസിനസ്സിനകത്ത് അഡോപ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അക്കൗണ്ടിങ്ങിനെ കണ്ണും പൂട്ടി ആർട്ടെന്നും പറയാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇതൊരു ആർട്ട് ആൻഡ് സയൻസ് ഓഫ് എന്തിന്റെയൊക്കെ ആർട്ടും സയൻസും ആണ്? ഐഡന്റിഫൈയിങ്, മെഷറിങ്, റെക്കോർഡിങ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഇൻഫർമേഷൻ ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. സിമ്പിൾ ആണ്, ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് നടക്കുന്ന ഇവന്റുകളാണ്. എല്ലാ ഇവന്റ്സിനെയും നമ്മൾ ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോ അതിനകത്ത് തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇവന്റുകളും ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇവന്റുകളും ഉണ്ട്. ഞാൻ രാവിലെ വന്ന് എന്റെ ബിസിനസ് തുറന്നു, അതായത് എന്റെ ഷോപ്പ് തുറന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അതൊക്കെ ഓരോ ഇവന്റുകളാണ്. പക്ഷെ അവിടെ ഒന്നും ഫിനാൻഷ്യൽ ഇവന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടന്നാലേ നമുക്ക് അതിന് ഫിനാൻഷ്യൽ ഇവന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുള്ളൂ. അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിനകത്ത് ഈ ഫിനാൻഷ്യൽ ക്യാരക്ടറിൽ വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോ ഇവിടെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ബിസിനസിന്റെ ഓരോ ഇവന്റ്സ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ ടെക്സ്റ്റൈൽസ് ഞാൻ രാവിലെ വന്നത് തുറന്നു, ഈ പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ ഡെമോൺസ്ട്രേഷന്റെ കാര്യങ്ങൾ, അതായത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തെടുത്ത് വെക്കാനുള്ളതെല്ലാം പുറത്തെടുത്ത് വെക്കുന്നു. അതൊക്കെ ഓരോ ഇവന്റ്സ് ആണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താണ്,
മോണിറ്ററി ആയിട്ടുള്ള ഇവന്റ് അല്ല ഇതൊന്നും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഒരു 10 മണിയാകുമ്പോൾ എന്ത് ചെയ്യാണ്, ഒരു ചേച്ചി വന്നിട്ട് എന്റെ അടുത്ത് നിന്ന് ഡ്രസ്സ് മേടിക്കുവാണ്. അപ്പൊ ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുത്തതിന് ശേഷം അപ്പൊ എന്റെ സ്റ്റോക്കിൽ അവിടെ കുറവ് വന്നേ, ഒരെണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, എനിക്ക് അവർ ക്യാഷ് തരും. അപ്പൊ അവിടെ ഒരു മോണിറ്ററി ട്രാൻസാക്ഷൻ നടന്നു. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കുറേ ഇവന്റ്സ് വരും, അതിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടുന്നത് മോണിറ്ററി ഇവന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോണിറ്ററി ഇവന്റ് ആണ്. അതിന് ഞാൻ എന്നിട്ട് മെഷർ ചെയ്യണം. ആ ചേച്ചി മേടിച്ചിട്ട് പോയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ 1000 രൂപയുടെ ഒരു ടോപ്പാണ് മേടിച്ചിട്ട് പോയത്. അപ്പൊ അവിടെ മെഷർ ചെയ്തു, ക്വാണ്ടിഫൈ ചെയ്തു, 1000 റുപ്പി എന്നുള്ളത് നമ്മൾ അവിടെ മെഷർ ചെയ്തു. എന്നിട്ട് ഇത് മെഷർ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതിയോ? പോരാ, ഞാനത് റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്നാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റും ലോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ അതിനെ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇതിപ്പോ നടന്നിരിക്കുന്നത് സെയിൽസ് ആണ്. അതിന് ഓരോ ട്രാൻസാക്ഷനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. സെയിൽ ആണോ, പർച്ചേസ് ആണോ, അസറ്റിന്റെ കാറ്റഗറി ആണോ, ലൈബിലിറ്റിയുടെ കാറ്റഗറി ആണോ. അപ്പൊ ഇവിടെ സെയിൽസിന്റെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ റവന്യൂവിന്റെ കാറ്റഗറിയിൽ അത് പോകും. വരുമാനമാണല്ലോ, സെയിൽസ് ആണ് നടന്നേക്കുന്നത്. പിന്നെ ഇതിനെ നമ്മളെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് സമ്മറൈസ് ചെയ്യും. ഈ സമ്മറൈസ് ചെയ്യുന്ന സ്റ്റേജിലാണ് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റുന്നത്. അതായത് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള വരുമാനത്തിന് എല്ലാത്തിനെയും കൂടെ ഒരു ഭാഗത്തും ചെലവിന് എല്ലാത്തിനെയും കൂടെ മറുഭാഗത്തും കൂടെ എഴുതി ഇതിന്റെ തമ്മിൽ ഡിഫറൻസ് എടുക്കും. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടും. വരുമാനം കൂടുകയും ചെലവ് കുറയുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും, തിരിച്ചാകുമ്പോഴത്തേക്ക് ലോസ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും സമ്മറൈസ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ നമ്മൾ സമ്മറൈസ് ചെയ്ത് വെച്ചതിന് ശേഷം വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ദീസ് ഇൻഫർമേഷൻ ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഇതിന്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഓണറാണ്. ഓണർ എന്ത് ചെയ്യും, ഈ വർഷം അവസാനമാകുമ്പോൾ അദ്ദേഹം വരും. ഒരു വർഷം അവസാനിക്കുന്ന ഈ ടൈമിൽ എന്റെ ബിസിനസ്സിൽ എനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയണം. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഈ ഒരു ഒറ്റ ഡെഫിനിഷനിൽ അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സും ഫങ്ഷൻസും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, മെഷറിങ്, റെക്കോർഡിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. എന്താണ് ഇക്കണോമിക് ഇവന്റ്സ് ഇൻഫർമേഷൻ, അതായത് റെക്കോർഡിങ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനകത്തുള്ള ട്രാൻസാക്ഷൻസിനെ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, പിന്നെ നമ്മൾ അതിനെ മെഷർ ചെയ്തു, ക്വാണ്ടിഫൈ ചെയ്തു, ദെൻ നമ്മൾ റെക്കോർഡ് ചെയ്തു, പിന്നെ അതിനെ ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഈ റിസൾട്ട് എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റഡ് പാർട്ടിയോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, അക്കൗണ്ടിങ് എന്ന് പറയാം. പിന്നെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിന്റെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ഏതാണ്ട് ഇത് തന്നെയാണ് അവരും പറയുന്നത്. Process of identifying, measuring, recording and communicating the required information relating to the economic events of an organization to the interested users of such information. അതായത് നമ്മൾ പറഞ്ഞു ഇക്കണോമിക് ഇവന്റ്സ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ അതേ സാധനം തന്നെയാണ് ഇക്കണോമിക് ഇവന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇക്കണോമിക് ഇവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ഒരു ട്രാൻസാക്ഷൻ, ഒരു ക്രയവിക്രയം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഡീലിംഗ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇക്കണോമിക് ഇവന്റ് എന്ന് പറയാം. നോൺ ഇക്കണോമിക് ആയിട്ടുള്ള ഒരു ഇവന്റുകളും അക്കൗണ്ടിങ്ങിനകത്ത് കൺസിഡർ ചെയ്യത്തില്ല. ഓൺലി ഇക്കണോമിക് ഇവന്റ്സ് ആർ കൺസിഡർ ഇൻ അക്കൗണ്ടിങ്. സോ എന്താണ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്കണോമിക് ഇവന്റ്സിന്റെ ഐഡന്റിഫിക്കേഷൻ, മെഷറിങ്ങും റെക്കോർഡിങ്ങും അതിന്റെ കമ്മ്യൂണിക്കേഷനുമാണ്. ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, ബിസിനസ്സിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ്. വഴിയെ പോകുന്ന ഒരാളിനോട് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മളിത് കീപ്പ് ചെയ്യുന്നത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതിന്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ. അതെന്ന് പറയുമ്പോൾ ജനറൽ പബ്ലിക്കിന് ഇൻട്രസ്റ്റ് വരാം. കാര്യം സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് വരാം, പിന്നെ കസ്റ്റമേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, നമ്മൾ ആരുടെ എന്തെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഇവരൊക്കെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആണ്. അപ്പം ഡെഫിനിഷൻ ഇത്രയുമാണ് നമുക്ക് നോക്കേണ്ടുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇന്ന് ഈ ഡെഫിനിഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇത്രയും പറഞ്ഞതിനകത്ത് സ്പീഡ് ഓക്കെ ആണോ? കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ ഒന്ന് പറയണേ. നിങ്ങൾക്ക് കൂടെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ. ടീച്ചറെ, ഇവിടുന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ആണോ, നേരിട്ട് ഓപ്ഷൻ തന്നിട്ട് ക്വസ്റ്റ്യൻ അങ്ങനെയാണോ? അത് ഇവിടുന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് ഞങ്ങൾക്ക് തരുന്നതെന്നും കൂടെ പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അത് കണ്ടെത്തണം. ഇല്ല, ഇതെന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ എല്ലാം സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഉണ്ടാക്കണോ അതോ ടീച്ചർ? അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോന്ന് പഠിക്കുമ്പോഴും ഇതിന്ന് ഇന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കണം. അത് പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഇത് കേൾക്കുമ്പോൾ മൈൻഡിൽ വെക്കാൻ പറ്റത്തില്ല. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് തന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം,
ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം എന്നുള്ള. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇതിന്നിപ്പോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തന്നേക്കുന്നതിനകത്ത് അക്കൗണ്ടിങ്ങോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നോ ട്രൂ അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ളത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോ പറയാണ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് സമറൈസേഷൻ ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ടിങ് കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, അക്കൗണ്ട് റെക്കോർഡ്സ് നോൺ ഫിനാൻഷ്യൽ ഡാറ്റ ഓൾസോ എന്ന് 4 സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും അതിനകത്ത് റെക്കോർഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ചോദിക്കുന്നത് കേട്ടോ. ഈ രീതിയിലാണ് വരുന്നത്. ട്രൂ നോട്ട് ട്രൂ വെച്ചിട്ടുള്ള കളിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ബിസിനസ്സിനകത്ത് നോൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എറേഴ്സ് ആഡ് ചെയ്യല്ലോ, അപ്പൊ അതെവിടെയാ ചെയ്യുക? എന്താ നോൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും ബിസിനസ്സിനകത്ത് നമ്മൾ എൻട്രി ചെയ്യില്ലേ, റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് സിലബസിൽ ഉണ്ടോ അങ്ങനെ? ഇല്ല. ഓക്കെ. നോൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ലല്ലോ. അത് നോർമലി ഉള്ളതാണ്, അതങ്ങനെ പൊക്കോളും. അല്ലാതെ അതിനിങ്ങനെ ഇപ്പൊ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇതാണ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇതാണ്, അങ്ങനെ നമ്മൾ അങ്ങനെ അതിനെ സൂക്ഷിക്കാറൊന്നുമില്ല. അങ്ങനെ റെക്കോർഡ്സ് ഒന്നും ഇല്ല, കീപ്പ് ചെയ്യാറില്ല. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം നമ്മൾ എഴുതി സൂക്ഷിക്കും. ഞാൻ ഉദ്ദേശിച്ച കമ്പനിയുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആണോ, ഇനി കമ്പനി മറ്റു തരത്തിൽ സർവീസിങ് കമ്പനീസ് മാത്രമല്ല, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം ആണെങ്കിലും പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഒക്കെ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. അവര് വേറെ സ്റ്റേറ്റ്മെന്റുകളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ. എല്ലാ ഫേംസും സർവീസ് സെക്ടറിൽ വരെയും അക്കൗണ്ടിങ് ഉണ്ട്. ഇന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇത്രയാണ് കോസ്റ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ അതെല്ലാം റെക്കോർഡ് ചെയ്യും. പക്ഷെ യൂസ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റിൽ വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കിതൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനേ നമുക്ക് പഠിക്കാനില്ല. ഇതിപ്പോ നമ്മൾ പഠിച്ചു പോകുന്നതെല്ലാം ഒരു സോൾ ട്രേഡറിന്റെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ കമ്പനി അക്കൗണ്ട്സിലൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല, നമുക്കതൊന്നും ചോദിച്ചിട്ടില്ല. നമ്മുടെ സിലബസിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിന്ന് ഡെഫിനിഷൻ മാത്രമേ ഇപ്പൊ പറയാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ബേസിക് ജസ്റ്റ് ഒരു പേജും ഇത്രയും.